ഇത് ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു പാവക്ക കറിയാണ്. എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു തീയലാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാവക്ക കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി ഒരു ബൗള് ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര വേണം, കറിവേപ്പില വേണം, പച്ചമുളക് വേണം. ഒരു പാൻ വെച്ചിട്ട് നമ്മളതിൽ തേങ്ങ, കറിവേപ്പില എല്ലാം നന്നായിട്ട് വറുത്ത് അത് ബ്രൗൺ കളറാവുന്നവരെയും വറുക്കണം. അതിൽ 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഇളക്കണം. അത് കരിഞ്ഞു പോകാതെ ഇളക്കിയിട്ടിരിക്കണം 1 മിനിറ്റ് കൂടെ. പിന്നെ നമ്മൾ അടുത്ത പാനിൽ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്നത് പാവയ്ക്കയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അതിൽ തന്നെ നമ്മൾ പുളിവെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി പാവക്ക നന്നായിട്ട് അരച്ചെടുത്തു, വെള്ളം ചേർക്കാതെ അരച്ചു. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കലക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ പാവക്കയും പുളിയും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. നന്നായിട്ട് നല്ല കുറുകി വരുന്നവരെയും അത് സിമ്മിൽ വെച്ചേക്കുക. എണ്ണ തെളിഞ്ഞ് വരണം. എണ്ണ തെളിഞ്ഞ് വന്ന പുറകെ നമ്മളതിൽ കടുക് താളിച്ച് ഇടുക. ഇതിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഞാൻ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.